നമ്മളൊരു വീടിൻ്റെ ചൂട് അകത്തേക്ക് വരുന്നത് ഏറ്റവും മെയിനായിട്ട് രണ്ട് ഭാഗത്തൂടെ, ഒന്ന് റൂഫിൽ കൂടെ വരും, രണ്ട് വോളിൽ കൂടെ. പണ്ട് കാലത്ത് റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ തന്നെ ഇച്ചിരി പ്രായമുള്ളവർക്ക് അത് ഓർമ്മയുണ്ടാവും. രണ്ട് ഇഷ്ടിക ചെറിയൊരു എയർ ഗ്യാപ്പിൽ വെച്ച് പണിത് വരുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഇത് ചെയ്ത് വരുമ്പോൾ ശരിക്കും അകത്ത് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കുറയായിരുന്നു. ഇവിടെ ഇച്ചിരൂടെ നല്ലൊരു ഇൻസുലേറ്റർ ആയിട്ടുള്ള സ്റ്റൈറോഫോം ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റൈറോഫോം വെച്ച് ഇൻസുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ബ്ലോക്ക്. അപ്പോൾ പ്രാക്ടിക്കലി ഓർ തിയറിറ്റിക്കലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്തെ ചൂട് ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് വരില്ല എന്നുള്ളതാണ്. മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പവൻ, ആദ്യം തന്നെ ഒരു കാര്യം നമ്മുടെ ഓഡിയൻസിനോട് പറയുകയാണ്. നമ്മൾ ഒരു വീട് വെക്കുന്നതോടുകൂടി നമ്മുടെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു പ്ലേലിസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ വീട്ടിലേക്ക് പൂർണ്ണമായിട്ടും സ്വാഗതം. കാര്യം നമ്മൾ ഉപയോഗിച്ച എങ്ങനെയാണ്, അതിൻ്റെ ടെക്നോളജികൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ആളുകൾക്കൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അവൻ എന്നോട് ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ അത് ഈ വീട് നമ്മൾ വെക്കുന്നതോടുകൂടി ട്രഡീഷണലി ഉള്ള കുറേ സാധനങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് പുതിയ സാധനങ്ങളുണ്ട്, അതിനെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ആളുകൾ തയ്യാറാകണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ എപ്പിസോഡുകളെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബ്രിക്കും അങ്ങനത്തെ ഒരു ബ്രിക്കാണ് ഔട്ടർ വാളിൽ, അല്ലേ? നമ്മൾ ഇത് എന്താ പവൻ്റെ ബ്രിക്കിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞാൽ? ഇത് ബ്രിക്കിന്റെ ബ്രാൻഡിന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഒരു ബ്ലോക്ക് നിങ്ങൾ ചൂസ് ചെയ്യാനുണ്ടായ സാഹചര്യം നിങ്ങളാണ് ക്ലയന്റ്. യെസ്, ഞാൻ പറഞ്ഞു ക്ലയന്റ്. ഞാൻ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ഓപ്പൺ സ്പേസിലാണ് ഈ വീട് വെക്കുന്നത്. ചൂട് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ സാധനം ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂടിനെ കുറക്കാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞത്, ഇബാദെ നിങ്ങളുടെ വീട് കോളം ബീമാണ്, നിങ്ങൾ ഇനി പേപ്പർ വെച്ച് കെട്ടിയാലും ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ബ്രിക്കാണ് നടുക്കതേ തെർമോക്കോൾ ഉള്ള നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ അവരുടെ പ്രൊഡക്റ്റ് ആയത്. തെർമോക്കോൾ ഉള്ള ഒരു പ്രോഡക്റ്റ്, എന്നാൽ ചുറ്റിനും കോൺക്രീറ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലി നിങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്, ഇപ്പം അതെ ചൂടിനകത്തേക്ക് കടത്തി വിടില്ല. ഇത് നടുക്ക് തെർമോക്കോളാണ്. അകത്ത് തണുപ്പുണ്ടെങ്കിൽ തണുപ്പിനെ പുറത്തേക്ക് കളയില്ല, തണുപ്പ് ഇവിടെ നിർത്തുമെന്നാണ് മഹാനായ പറഞ്ഞതിലൊക്കെ കുറച്ച് ടെക്നിക്കൽ മിസ്റ്റേക്സ് ഉണ്ട്. അതാണ് ഞാനിത് അൾട്ടിമേറ്റ്ലി ആസ് എ കസ്റ്റമറിന്റെ പ്രശ്നം. ഇത് പ്രൈസ് സേവ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് ഇത് വരുന്നില്ല കേട്ടോ. പ്രൈസ് അല്ല ഇതിന്റെ പ്രയോറിറ്റി. ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ആയിട്ട് വരികയാണല്ലോ. അപ്പൊ ചൂടിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള പർപ്പസ് ആണ്, അല്ലേ? അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ പറയാ? ഇതില് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, നിങ്ങൾ പറഞ്ഞ ഒരു ഇതിൽ നിന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. വീട് വെക്കുമ്പോൾ ഇതിൽ ചൂസ് ചെയ്യുന്ന ഓരോ എലമെന്റും നമ്മൾ ആലോചിക്കാവുന്നതാണ്. ജസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ട്, റെഡ് ബ്രിക്ക് ഉണ്ട്, അത് നമുക്കും അത് തന്നെ വേണം എന്നുള്ളൊരു വാശിയൊന്നും വേണ്ട. ഇന്ന് ടെക്നോളജിയും പ്രോഡക്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതിപ്പോ നമ്മൾ ഒത്തിരി ഡിസ്കഷന് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ട്രൈ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ ഇതിന്റെ ഈ സാധനം വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ ആലോചിച്ച ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോഡ് ബെയറിംഗ് ആണോ അല്ലയോ, നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത് എന്താണെന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിത് ഫ്രെയിംഡ് മെത്തേഡായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഫ്രെയിം മെത്തേഡായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സാധനം നടുക്ക് വെച്ചാലും നമ്മുടെ ഒരു സ്ട്രക്ചറൽ സേഫ്റ്റിക്ക് ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, ഈ പർട്ടിക്കുലർ ബ്ലോക്ക് ചൂസ് ചെയ്യാനുണ്ടായിരിക്കുന്ന റീസൺ, നമ്മളൊരു വീടിൻ്റെ ചൂട് അകത്തേക്ക് വരുന്നത് ഏറ്റവും മെയിനായിട്ട് രണ്ട് ഭാഗത്തൂടെ, ഒന്ന് റൂഫിൽ കൂടെ വരും, രണ്ട് വോളിൽ കൂടെ. ഓക്കെ, ഈ റൂഫിൽ കൂടെയും വോളിൽ കൂടെയുമാണ് ചൂട് വരുന്നതെങ്കിൽ ഒരു ജനറൽ ഐഡിയ വെച്ച് നോക്കുമ്പോൾ വെയിലടിക്കുന്നത് ഏറ്റവും കൂടുതലുള്ളത് റൂഫിലാണല്ലോ, അല്ലേ? അപ്പോൾ റൂഫ് നമ്മൾ മെയിനായിട്ട് അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. പക്ഷേ വോളിലേക്ക് ഒരു 10-30% വോളിൽ കൂടെയാണ് ഹീറ്റ് വരുന്നതെങ്കിൽ ആ 30% നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ തോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ അതിൽ പണ്ട് കാലത്ത് ഒരു 40-50 കൊല്ലം മുന്നേ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ തന്നെ ഇച്ചിരി പ്രായമുള്ളവർക്ക് അത് ഓർമ്മയുണ്ടാവും. രണ്ട് ഇഷ്ടിക
ചെറിയൊരു എയർ ഗ്യാപ്പിൽ വെച്ച് പണിത് വരുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഇത് ചെയ്ത് വരുമ്പോൾ ശരിക്കും അകത്ത് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കുറയായിരുന്നു. അതിന്റെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് എയർ ഒരു ഇൻസുലേഷൻ ആയിട്ടിരിക്കും. 2 ഇഷ്ടിക ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ എസ്പെഷ്യലി ഗൾഫിലൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. GCC കണ്ടാൽ നമ്മളൊരു പടം ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞു ഇത് ഇപ്പോഴാണ് നാട്ടിൽ കാണുന്നത്, പക്ഷെ ഗൾഫിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഗൾഫിലൊക്കെ ഇത് കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ബ്രിക്കിൻ്റെ ഇടയ്ക്ക് എയർ ഇൻസുലേഷൻ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഇച്ചിരൂടെ നല്ലൊരു ഇൻസുലേറ്റർ ആയിട്ടുള്ള സ്റ്റൈറോഫോം ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റൈറോഫോം വെച്ച് ഇൻസുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ബ്ലോക്ക്. അപ്പോൾ പ്രാക്ടിക്കലി ഓർ തിയറിറ്റിക്കലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്തെ ചൂട് ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഈ കോളം ഇത് ബ്രിക്ക് അല്ലല്ലോ, ഭിത്തിയല്ല വെയിറ്റ് എടുക്കുന്നത്, കോളം ബീമാണ്. അപ്പം ഇനി വെയിറ്റ് എടുക്കേണ്ടത് ഭിത്തി വരുന്ന സിറ്റുവേഷനുകളിൽ ഈ ഒരു ബ്രിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഓക്കെ, ഇത് അതായത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ഇതാണ്. ഇത് കംപ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യണം. ഇത് കംപ്രഷൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മാനുഫാക്ചറേഴ്സിന്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം പറ്റും. പക്ഷെ നിങ്ങളുടെ അഡ്വൈസർ/എഞ്ചിനീയർ ആയിട്ടുള്ള ഞാൻ അത് യൂസ് ചെയ്യണമെന്ന് എന്റെ ഒരു അംഗീകാരം പറഞ്ഞാൽ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യണമല്ലോ. നമുക്കൊരു പണി ചെയ്യാം, ഇതിന്റെ ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് നമുക്ക് നടത്തി നോക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല. നമ്മുടെ ഓഡിയൻസിന് വേണമെങ്കിൽ ഒന്ന് ചെയ്യിക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ അതിന്റെ പ്രസക്തി ഇല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ആണ്. ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ അല്ല, ഫ്രെയിം സ്ട്രക്ചർ ആണ്. അപ്പൊ ഇവിടെ കടലാസ് വെച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ സേഫ്റ്റിക്ക് ഒരു പ്രശ്നമില്ല. നമുക്കിവിടെ ഒത്തിരി ഗ്ലാസ് വരുന്നുണ്ട്. കാരണം ലോഡ് എടുക്കുന്നത് മൊത്തം നമ്മുടെ കോളം ബീം സ്ട്രക്ചർ ആണ്, ഭിത്തി അല്ല. മനസ്സിലായി. അപ്പൊ ഇവിടെ ഞാനിത് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് ടെസ്റ്റ് ചെയ്ത് ഫെയിൽ ചെയ്താലും വിൻ ചെയ്താലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈക്വൽ ആണ്. നമുക്ക് ഇതൊരു പർപ്പസ്, എന്റെ പർപ്പസ് ഇതിൽ ചൂട് ഇൻസുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് ഓക്കെയാണ്, ഇത് 100% ഓക്കെയാണ്. അപ്പം ഞാൻ വേറെ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയാണെങ്കിൽ പവൻ, ഇതിൽ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കിത് കോസ്റ്റ് സേവിങ് മെത്തേഡായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ എന്നാൽ ഭാവിയിൽ നോക്കുമ്പോൾ ചൂടൊന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ അതിൻ്റെ ഒരു പോയിന്റ് ഇതാണ്. നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന 2 പ്രാക്ടീസുകളുണ്ട്. ഒന്ന്, മേളിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ടെറസ് ചെയ്ത് വീട് വെച്ച് 1 കൊല്ലം കഴിയുമ്പോഴേക്കും എൻ്റെ മേളിൽ ട്രസ് വർക്ക് ചെയ്യും. കാരണം ചൂട് താങ്ങാൻ പറ്റാണ്ട് അത്രയും ചൂടായിരിക്കും. 2, ഇവര് വിചാരിച്ചതിലും കൂടുതൽ ചൂട് വരുന്നതുകൊണ്ട് എല്ലാ മേളത്തെ മുറികളിലും, ശരിക്കും പറഞ്ഞാൽ താഴെയാണ് ആൾക്കാർ കിടക്കുന്നതെങ്കിൽ അവിടെയൊക്കെ AC വെക്കും. ഇതിന്റെ കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ എന്ത് തന്നെയാണെങ്കിലും ഇത് കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളിത് എക്സ്റ്റേണൽ വാളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇന്റേണൽ വാൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് മൊത്തം എന്തോരം എക്സ്റ്റേണൽ വാളുകളുണ്ട്. ഇപ്പൊ 2000 കട്ടയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് ഡിഫറൻസ് ഇൻ ഇഫക്റ്റ് വരുന്ന 30 രൂപയാണെങ്കിൽ 2000 × 30 എന്ന് പറയുന്ന ആ ഒരു കോസ്റ്റാണ്. 60,000 രൂപയുടെ ഇൻക്രീസ് കൂടുതൽ വരുന്നുള്ളൂ. ചൂടത്ത് കിടക്കണ്ട എന്നുള്ളൊരു ബെനിഫിറ്റ് ആണ്. ഈ 60,000 രൂപ നിങ്ങളിപ്പോ AC ഒരു മാസം ഇത് 5,000 രൂപ കറണ്ട് ബില്ല് ലാഭിക്കുമെങ്കിൽ 1 കൊല്ലം കൊണ്ട് ഇതിന്റെ കോസ്റ്റ് റിക്കവർ ചെയ്തു. നമ്മൾ ലോങ് ടേം ഇത് ആലോചിച്ച് കഴിയുമ്പോൾ ചൂട് കുറയുന്നു എന്നുള്ളൊരു ഫാക്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനൊരു സേവിങ് ഭയങ്കരമായിട്ടുണ്ട്. AC ഇടണ്ട എന്നുള്ള ഒരു സാധനം. ഞാൻ എന്തായാലും അപ്പോൾ അവൻ ഇതിൻ്റെ അകത്തെ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട്സാണ്, അവരുടെ ബിസിനസ്സാണത്, അവരുമായിട്ട് അസോസിയേറ്റ് ഇതിൻ്റെ ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് ഒരു വീഡിയോ ഞാൻ എന്തായാലും പ്ലാനിങ് ആണ്. അപ്പം നമ്മുടെ ആളുകൾക്ക് അതുകൂടെ ഇൻഫർമേഷൻ ആവുമല്ലോ. അതെ, അപ്പോൾ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ഭിത്തിയാണ് ലോഡ് എടുക്കുന്ന സിറ്റുവേഷനിൽ പോലും ഇത് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ ചിലപ്പോൾ. അപ്പം ആ ടെസ്റ്റ് റിസൾട്ടുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരാം, നിങ്ങൾ ഇതിന്റെ ഫൈനൽ അതോറിറ്റി. അപ്പം സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വന്ന് കാണണം. ഈ മെത്തേഡുകൾ, ടെക്നോളജികളെല്ലാം നമ്മൾ ആളുകളെ കാണിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലും വീട് വെക്കുമ്പോൾ ഇഷ്ടിക എത്ര വേണമെന്നാണ് ഞാൻ ആദ്യം ഇങ്ങനോട് ചോദിച്ചത്. ഇത് എന്നോട് പറഞ്ഞു, ഇത്രയും എപ്പിസോഡുകൾ ചെയ്തിട്ട് നിങ്ങളുടെ തലയിൽ ഇപ്പോഴും അതേ ഉള്ളൂ മനുഷ്യ എന്ന് ചോദിച്ചു. താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദിയുണ്ട്. ഇദ്ദേഹം ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.